ഹായ് ഫ്രണ്ട്സ്, ടെക് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് റിവിറ്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള കുറച്ച് ക്ലാസ്സുകളാണ്. റിവിറ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. റിവിറ്റ് ബേസിക് ക്ലാസ്സുകളാണ്. അപ്പോൾ റിവിറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള ക്ലാസ്സുകളാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി എന്താണ് റിവിറ്റ് സോഫ്റ്റ്വെയർ എന്നതിനെ കുറിച്ച് പറയാം. സോ ഈ റിവിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സിമ്പിളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. അപ്പം ഈ ഇൻ്റർഫേസിൽ നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ മോഡ് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് ഇവിടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു ടാബുണ്ട്, ഫാമിലി ടാബ്, പിന്നെ ഇവിടെ ഒരു റിസോഴ്സ് ടാബ്, പിന്നെ മേളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൂൾ ടാബ്, പിന്നെ ആപ്ലിക്കേഷൻ ടാബ്, ഇങ്ങനെ ഒരു 4-5 ടൈപ്പ് ടാബുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഈ പ്രൊജക്റ്റ് ടാബ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ടാബുകളാണ്. മീൻസ് ഇത് നമുക്ക് ന്യൂ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ എന്ന ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ന്യൂ ആയിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഈ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ബ്രൗസ് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ റിവിറ്റിൽ മറ്റൊരു ടൈപ്പ് ഫയലാണ് ഫാമിലി ഫയൽ. നമ്മൾ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പോണൻറ്റ്സ് അഥവാ നമ്മളിപ്പോൾ ഡോർസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ചെറുതായിട്ട് ഈ ഫാമിലി ടാബിൽ പോയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിനും ഇതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് ന്യൂ ഉണ്ട്. ന്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂ ആയിട്ടുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ടൈപ്പ്സ് ഫാമിലീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് ആ ഫയൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പുതിയതായിട്ട് അതിലെന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതാണ് ഈ പ്രൊജക്റ്റ് ടാബ് ആൻഡ് ഫാമിലി ടാബ്. ഇനി റിസോഴ്സ് നമുക്ക് പുതിയതായിട്ട് റിവിറ്റ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ റിസോഴ്സ് ടാബിലാണ് നമുക്ക് കാണാൻ കഴിയുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ടാബിലും ഇതുപോലെ തന്നെ ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാൻ, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത ഫയൽ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ എന്ന ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സേവേഴ്സ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. CAD-ലേക്കെല്ലാം എക്സ്പോർട്ട് ചെയ്യാൻ DWF ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ആപ്ലിക്കേഷൻ ബാറിൽ നമുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് ഉണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ജനറൽ യൂസർ ഇൻ്റർഫേസ്, ഗ്രാഫിക്സ് ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണിത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ടാബ്. ഈ ടാബിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഓരോ ഡിസിപ്ലിൻസ് വൈസുള്ള ടൂൾസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആവുന്നത്. ഇത് ആർക്കിടെക്ചറലിൻ്റെ ടാബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കിടെക്ചറലിൻ്റെ ടൂൾസുകൾ വരും. അതുപോലെ സ്ട്രക്ചറൽ, സ്റ്റീൽ, സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പൈപ്പിംഗ് എന്നീ ഡിസിപ്ലിനുകളുടെ ടൂൾസുകളൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻസേർട്ട്, അനോട്ടേഷൻ, അനാലിസിസ് ഇതെല്ലാം നമ്മൾ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം ഇതെന്തൊക്കെയാണെന്നുള്ളത്. സോ ഇതാണ് റിവിറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെ പറയാനുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യും. വളരെ കറക്റ്റായിട്ടുള്ള 10 മിനിറ്റ്സ് ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ എല്ലാം നിങ്ങൾ ഓർഡർലി കാണാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിവിറ്റ് സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.